എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലുമായിട്ട് സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുകയാണ്. ഏതാണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരുമായി തിരുവനന്തപുരം മുഴുവനും നിറഞ്ഞു നടക്കുന്ന ഒരു കായിക മാമാങ്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ 3-4 ദിവസമായി തലസ്ഥാനത്തെ ഒരു ഉത്സവ ലഹരിയിൽ ആറാടിച്ചിട്ടുണ്ട്. നിരവധി സ്കൂളുകൾ ഇതിൻ്റെ കേന്ദ്രങ്ങളാണ്. അവർക്കുള്ള താമസ സൗകര്യം തുടങ്ങിയ നിരവധി കാര്യങ്ങളുമായിട്ട് നമ്മുടെ സംസ്ഥാന സ്കൂൾ ഗെയിംസ് വളരെ മികച്ച രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു കായികമേള തിരുവനന്തപുരത്ത് നടന്നിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുകാരൊന്നും ഇത് കാണുവാനൊന്നും വന്നിട്ടില്ല. ഈ ചാനലിന് വേണ്ടി തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന നിരവധി ഇത്തരത്തിലുള്ള മേളകളൊക്കെ പലപ്പോഴായി കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു പങ്കാളിത്തം. അത് ഈ ജില്ലയുടെ പ്രത്യേകതയാണെന്ന് അറിയത്തില്ല. കാരണം മറ്റ് ജില്ലകളിൽ ഇത്തരം മേളകളൊക്കെ നടക്കുമ്പോഴേക്കും നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. നാളെയുടെ സുവർണ താരങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷകളായി വരേണ്ട നിരവധി താരങ്ങൾ ഈ പരിമിതമായ സാഹചര്യത്തിലും ഇവിടെ മത്സരിച്ച് വിജയം കൈവരിക്കുകയാണ്. അവർക്കെല്ലാം എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് നടത്തപ്പെടുന്ന സംസ്ഥാന സ്കൂൾ കായികമേള നഗരത്തിനെ ഉത്സവ ലഹരിയിലാക്കിയിരിക്കുന്നു. ഡിസംബർ 3 മുതൽ 6 വരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കായിക താരങ്ങൾ, പരിശീലകർ, ഒഫീഷ്യലുകൾ, കാണികൾ എല്ലാം കൊണ്ട് ഉത്സവം തന്നെയാണ് തിരുവനന്തപുരത്ത്. 2737 കുട്ടികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. നഗരത്തിലെ 20ഓളം സ്കൂളുകളിൽ കായിക താരങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിലെത്തുവാനുള്ള വാഹന സൗകര്യങ്ങൾ, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, ഫിസിയോതെറാപ്പിസ്റ്റ്, ആംബുലൻസ് സൗകര്യം എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യം, കുടിവെള്ളം എന്നിവയും തയ്യാറാണ്. നല്ലൊരു വോളണ്ടിയർ ടീമും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ ലൈവായി അറിയുവാനുള്ള സൗകര്യവും സ്ക്രീനിലുള്ള പ്രദർശനവും സ്റ്റേഡിയങ്ങളിലുണ്ട്. 2737 കുട്ടികൾ 98 ഇനങ്ങളിൽ മത്സരിക്കുന്നു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ കാറ്റഗറിയിൽ ആൺ പെൺ വിഭാഗങ്ങളിൽ മത്സരം നടക്കുന്നുണ്ട്. ഒരേ സമയം 800-ൽ പരം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം സെൻറ് ജോസഫ് സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. മത്സരങ്ങളിൽ 1ാം സ്ഥാനം ലഭിക്കുന്ന ജില്ലയ്ക്ക് 2,25,000 രൂപ, 2ാം സ്ഥാനത്തിന് 1,60,000 രൂപ, 3ാം സ്ഥാനത്തിന് 1,10,000 രൂപ എന്നിങ്ങനെയാണ് സമ്മാനത്തുക. ഓരോ വിഭാഗത്തിലും വ്യക്തിഗത ചാമ്പ്യന്മാരാകുന്ന കുട്ടികൾക്ക് 4 ഗ്രാം സ്വർണ്ണ പതക്കം ലഭിക്കും. സംസ്ഥാന റെക്കോർഡ് നേടുന്നവർക്ക് 4,000 രൂപയാണ് സമ്മാനത്തുക. കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി മേളയുടെ ലൈവ് സംപ്രേഷണവും മൊബൈൽ ആപ്പ്, ഫേസ്ബുക്ക് പേജ് എന്നിവ വഴിയും ഈ മത്സരങ്ങൾ ലോകത്തെവിടെയും നിന്നും കാണുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വൻ വിജയകരമായി നടക്കുന്ന ഈ കായികമേളയിൽ നാളെയുടെ പ്രതീക്ഷകളായ കായിക താരങ്ങൾ ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. Lane 1, Lane 3, Abdullah of BGHSS Thanur representing Malappuram, of Sports Authority of India, Thiruvananthapuram, BHSS Poonya representing Kottayam, BHSS Kadakasheri representing Malappuram, Gautam Suresh of Government BHSS Madrapillai, St. Thomas High School, Manikadavu representing. That was a start of 120 senior boys.
ഇത് നാഷണൽ ഡിസ്കസ് ത്രോയിൽ നാഷണൽ റെക്കോർഡ് നേടിയ പയ്യനാണ് ഇവിടെ നിൽക്കുന്നത്. പത്രക്കാരും മറ്റ് ചാനലുകാരുമൊക്കെ അവനെ വളഞ്ഞിട്ടുണ്ട്. അക്കാദമിയിൽ നിന്ന് വന്ന 6 ചുണക്കുട്ടികളും മെഡൽ നേടിയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതും കൂടിയാണ്. by Surajit RK of that was the story of what a better body is. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയും ഒക്കെയായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.